എന്നോട് ചോദിക്കേണ്ടാണോ ഓരോന്ന് വാക്ക് കൊടുക്കുന്നത്? തന്റെ അടപ്രഥമനെ പറ്റി ഞാൻ ഓഫീസിൽ മൊത്തം പാട്ടാക്കി വെച്ചേക്കാം. ഓ, അപ്പൊ ഞാൻ നടപ്രഥമൻ ഉണ്ടാക്കണമെന്നായിരിക്കും പറഞ്ഞു വരുന്നത്. പിന്നല്ലാതെ പറ്റത്തില്ലേ? അടപ്രഥമൻ ഉണ്ടാക്കാൻ പാത്രോ ഏത് പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കും? ഈ അമ്മയുടെ ഇരിക്കുന്ന പാത്രം ഓർക്കുന്നില്ലേ? ഹോക്കിൻസിന്റെ. അത് തന്നെ. ഓക്കെ, സെറ്റ്. ശരി. അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: അട, ശർക്കര, നെയ്യ്, ചൗവരി, തേങ്ങ, നമുക്ക് തേങ്ങാപ്പാലും വേണം, തേങ്ങ കൊത്തും വേണം, കിസ്മിസ്, കാഷ്നട്ട് ആൻഡ് ഏലക്ക. ഇത്രയുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അത് നമ്മൾ അട ഒന്ന് വെള്ളത്തിൽ ബോയിൽ ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് ബോയിൽ ചെയ്യുക. ബോയിൽ ആയതിനു ശേഷം നമ്മൾ സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെച്ച് ഒന്ന് അതിന് ആ ചൂടൊക്കെ ഒന്ന് മാറ്റിയിട്ട് തണുത്ത വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് നമ്മുടെ അട ഒന്ന് മാറ്റി വെക്കുക. ശർക്കര എടുത്തിട്ട് അതിലൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നല്ല കട്ടിക്ക് തന്നെ ഒരു പാനി ഉണ്ടാക്കുക. അച്ച് വേണം നമ്മൾ വെക്കാനായിട്ട്, കാര്യം വെച്ചാൽ മണ്ണ് ഒക്കെ ഉണ്ടാവും. ചൗവരി വെള്ളത്തിൽ ഇട്ട് ഒന്ന് ബോയിൽ ചെയ്യുക. ഒരു 10 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്യുമ്പോഴത്തേനും അത് നല്ലോണം വെന്ത് കിട്ടും. ചൂടുവെള്ളം കളഞ്ഞ് തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് തേങ്ങാപ്പാൽ നമ്മളതിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ പൊട്ടിപ്പോവാണ്ടിരിക്കും. നമ്മളുടെ പാൻ ചൂടാക്കുക, അതിൽ നെയ്യ് ഒഴിക്കുക. നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത് ഇത്രയും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ ഈ എല്ലാം ക്ലീൻ ആക്കി വെച്ചേക്കുന്ന വേവിച്ച് വെച്ചേക്കുന്ന അട ഇടുക. അട ഒന്ന് നല്ല രീതിക്ക് ആ നെയ്യിൽ ഒന്ന് വഴറ്റി എടുത്തിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും ഉണ്ടാക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി അതിലേക്ക് ഒഴിക്കുക. ശർക്കരപ്പാനി പിടിക്കുന്ന രീതിയിൽ നല്ലോണം നമ്മൾ നല്ല കട്ടിക്ക് തിക്കായിട്ട് വരുന്ന സമയത്ത് 2ാം പാലാണ് ഒഴിക്കുന്നത്. 1ാം പാൽ നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്, അത് ലാസ്റ്റ് ഒഴിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഈ ഒരു 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് അതൊന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മൾക്ക് ചൗവരി ആഡ് ചെയ്യാം. ചവരിയിട്ട് നല്ല രീതിക്ക് അതൊന്ന് കുക്കായി ഇതാവുമ്പോഴത്തേക്കും നമുക്കൊരു 60% ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഏലക്കപ്പൊടി നമ്മൾ പൗഡർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഏലക്കപ്പൊടി ഇടും. ഒരു 2-3 മിനിറ്റ് നല്ല രീതിക്ക് ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് ഏതാണ്ട് നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1ാം പാൽ ഒഴിക്കാം. 1ാം പാൽ ഒഴിച്ചിട്ട് അധികം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ, തിളപ്പിക്കരുത്. അത് കഴിഞ്ഞിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്ന കാഷ്നട്ട്, കിസ്മിസ്, തേങ്ങാക്കൊത്ത് ഇത് ഇട്ട് ഇതിൽ കുറച്ച് നെയ്യും കൂടെ ഇട്ട് ഒന്ന് മൂടി വയ്ക്കുക. ആറി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ അടപ്രഥമന്റെ റെസിപ്പി. എൻ്റെ അടുത്ത് കുറേ ദിവസമായിട്ട് ചോദിച്ചിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട അടപ്രഥമൻ ഉണ്ടാക്കിയില്ലേ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്താ ഗിഫ്റ്റ് തരാം? ഇത് ഉണ്ടാക്കി തന്നതിന് വേറെന്ത് ഹോക്കിൻസിനെ തരാം. താളമേളത്തിൻ പേര് ജീവിതം.